ഞാൻ വെപ്രാളമോടെ വാട്സാപ്പ് മെസ്സേജുകൾ വായിക്കാൻ ആരംഭിച്ചു. ആദ്യമായി എന്റെ കണ്ണിൽപ്പെട്ടത് ഋതുവിന്റെ 3-4 മെസ്സേജുകളാണ്. എന്റെ വീട്ടിൽ താമസിക്കുന്ന ഇവളെന്തിന് എനിക്ക് മെസ്സേജ് അയക്കുന്നു? വേറെ ആർക്കെങ്കിലും അയച്ചത് മാറി എനിക്ക് വന്നതാണോ? മെസ്സേജ് വായിച്ചപ്പോൾ ആ തോന്നൽ ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ 7 മണിക്ക് അവൾ അയച്ച ആദ്യ മെസ്സേജ് ഗുഡ് മോർണിംഗ് ഉണ്ണിയട്ടേ എന്നാണ്. ഞാനായിരിക്കും ഉണ്ണിയേട്ട എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. വാട്സാപ്പ് മെസ്സേജ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ മാത്രമല്ലേ കാണുള്ളൂ. ഇനി ഈ ഗുഡ് മോർണിംഗ് ഉണ്ണിയട്ട ഫേസ്ബുക്കിലെങ്ങാനും ആ പ്രാന്തി ഇട്ടിട്ടുണ്ടാവുമോ എന്തോ. എങ്കിൽ എനിക്ക് ഉണ്ണിയട്ട എന്ന ഇരട്ടപ്പേര് കൂടെ പുതുതായി ലഭിക്കപ്പെടും. രാവിലെ ഉറക്കത്തിൽ നിന്നെണീറ്റ് ഗുഡ് മോർണിംഗ് അയക്കാനെടുത്ത സമയം കൊണ്ട് അവൾക്കെന്നെ ഒന്ന് കുലുക്കി ഉണർത്താമായിരുന്നു. പക്ഷെ അതിന് തലയിൽ ആൾതാമസം വേണ്ടായോ? ഉവ്വ്, അവൾ എന്നെ ഉറക്കമെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫിസിക്കലായിട്ടല്ല, ഡിജിറ്റലായിട്ടാണ്. വാട്സാപ്പ് മെസ്സേജിലൂടെയാണ് അവൾ അതിന് പരിശ്രമിച്ചിട്ടുള്ളത്. ഉണ്ണിയേട്ട, ബന്ധുക്കളൊക്കെ ഉള്ളതാണ്, നാണം കെടുത്താതെ വേഗം ഉറക്കമണിക്ക് എന്നൊരു മെസ്സേജ് 8 മണിക്ക് ഋതുവിന്റെ വകയായി വന്നിട്ടുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ്, ഇതുവരെ എഴുന്നേറ്റില്ലേ എന്നൊരു മെസ്സേജ് 9 മണിക്കെത്തി. 10 മണിക്ക് വന്ന മെസ്സേജ് ഇങ്ങനെയാണ്: അല്ലെങ്കിലും ഞാൻ വന്നു കയറിയവളല്ലേ, എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയുമില്ലല്ലോ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അനുസരിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പിന്നെ കരയുന്ന കുറേ ഇമോജികൾ. ഞാൻ ഋതുവിന്റെ മെസ്സേജുകൾ ഒഴിവാക്കി ബാക്കി മെസ്സേജുകളിലേക്ക് കടന്നു. വന്നു കിടക്കുന്ന സന്ദേശമാലകളിലെ ഉള്ളടക്കം എന്തെന്നറിയാൻ ഞാൻ ഉത്കണ്ഠനായി. ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പരിഭ്രാന്തനായി ചാടി. എന്നെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച സുഗുണൻ സാറിൻ്റെതായിരുന്നു ആ സന്ദേശം. ഇദ്ദേഹം എന്ത് വെടിയാണ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന ആകാംക്ഷയോടെ ഞാൻ ആ മെസ്സേജ് തുറന്നു വായിച്ചു. കോൺഗ്രസ് ഉണ്ണി, ഇതായിരുന്നു മെസ്സേജ്. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ലല്ലോ, പിന്നെന്തിന് സുഗുണൻ സാർ എന്നെ കോൺഗ്രസ് ഉണ്ണി എന്ന് വിളിച്ചു? അതോ അദ്ദേഹം എന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയാണോ? ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെയാണ് എനിക്ക് കത്തിയത്. കൺഗ്രാറ്റ്സ് ഉണ്ണി എന്നാണ് സാർ ഉദ്ദേശിച്ചത്. കൺഗ്രാറ്റ്സ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ സ്പെല്ലിംഗ് 20 വർഷത്തോളം ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടും സാറിന് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരാശ്ചര്യവും എന്നിലുണ്ടാക്കിയില്ല. പിന്നെ കുറേയേറെ മെസ്സേജുകൾ, എല്ലാം കൂട്ടുകാരും കൂടെ പഠിച്ചവരും അയച്ചത്. ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു, ഭാര്യ നിലവിളിച്ചോ തുടങ്ങിയ അശ്ലീല ചോദ്യങ്ങളായിരുന്നു മൊത്തം. എന്നോട് വഴക്ക് കൂടി 10 വർഷമായി വൈരാഗ്യത്തോടെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്ന മൃദുലനും സർക്കാർ ജോലി കിട്ടിയ നാളു മുതൽ എന്നോട് മിണ്ടാത്ത സുമുഖനും വരെ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇവന്മാർക്ക് എന്തൊക്കെ അറിയണം? ഇവന്മാർക്കൊക്കെ എന്തോ മാനസിക രോഗമാണ്. ഞാൻ ഈ മെസ്സേജുകൾക്കൊന്നും മറുപടി കൊടുക്കാൻ പോകുന്നില്ല. എന്തായാലും ഇന്നലത്തെ രാത്രിയിലെ അടിപിടിക്കിടെ എന്റെ ഏറുകൊണ്ട് ആരും മരണപ്പെട്ടിട്ടില്ല. അങ്ങനെയൊരു മെസ്സേജും വന്നിട്ടില്ല. അതിലെനിക്ക് ആശ്വാസം തോന്നി. മെസ്സേജൊക്കെ നോക്കിയ ശേഷം ഞാൻ ഋതുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. വയറു വിശപ്പ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഋതു ഫോണെടുത്തു. അവൾ കുറെ പെണ്ണുങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് എന്ന് വ്യക്തം. ഫോണിലൂടെ പെണ്ണുങ്ങളുടെ കച്ചില് പിച്ചില് കച്ചില് എന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഋതു ആണുങ്ങളുടെ നടുവിലല്ലല്ലോ നിൽക്കുന്നത് എന്നോർത്ത് എന്നിൽ ആനന്ദം നിറഞ്ഞു. ഉണ്ണിയേട്ടൻ ഉണർന്നോ? ഋതു അത്ഭുതപ്പെട്ടു. ഉണർന്നതുകൊണ്ടാണല്ലോ ഫോൺ ചെയ്തത്. ഉറങ്ങിക്കിടന്ന ആരെങ്കിലും ഫോൺ ചെയ്തതായി ഈ അഹങ്കാരി കേട്ടിട്ടുണ്ടോ? ഞാൻ പല്ല് കടിച്ചു. എങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള സമയമല്ല ഇത്. ആദ്യം വിശപ്പ് അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ദേഷ്യമൊക്കെ പിന്നീട്. ഞാൻ സ്നേഹബഹുമാനത്തോടെ പറഞ്ഞു, ഋതു പെട്ടെന്നിങ്ങോട്ടൊന്ന് വരുമോ? എന്തിനാ? വന്നിട്ട് പറയാം. ആഹാരം കൊണ്ടുവരാനാണെന്ന് പറഞ്ഞാൽ അവൾ വരില്ല. എന്റെ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും മൊത്തം വിഴുങ്ങിയവളാണ്, തന്നിഷ്ടക്കാരി. അപ്പോൾ അടുത്തുനിന്ന ഏതോ പെൺകുട്ടിയോ വനിതയോ മറ്റോ പറയുന്നത് കേട്ടു. ചെല്ല്, ഉണ്ണിക്ക് മതിയായില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് കക്കക്കക്ക എന്ന സമൂഹ ചിരിയും കേട്ടു. എന്തു വൃത്തികേടാണ് ആ സ്ത്രീ ശബ്ദം പറഞ്ഞത്. അപ്പോ ആണുങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഇത്തരം ഞരമ്പ് രോഗികൾ ഉള്ളത്. ഇക്കാര്യത്തിൽ സ്ത്രീകൾ മര്യാദക്കാരാണെന്നാണ് ഞാനിതുവരെ വിചാരിച്ചിരുന്നത്. ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങളാകാം. ഉണ്ണിക്ക് മതിയായില്ലെന്ന്. അതിന് ഉണ്ണിക്ക് എന്ത് കിട്ടിയെന്നാണ്? ചവിട്ട് കിട്ടി, അത്ര തന്നെ. ദേഷ്യം കൊണ്ടുള്ള പല്ലുതെരിപ്പ് സഹിക്കാൻ വയ്യാതെ കട്ടിലിന്റെ പിടിയിൽ ഞാൻ കടിച്ചുകൊണ്ടിരിക്കെ ഋതു അങ്ങോട്ടേക്ക് കടന്നു വന്നു. എന്താ ഉണ്ണിയേട്ടാ വിളിച്ചത്? അവൾ ചോദിച്ചു. ഒരു ഉമ്മ തരാൻ. ഞാൻ മോഹൻലാലിനെ പോലെ റൊമാൻറ്റിക്കായി. ഇവളുടെ അടുത്ത് മമ്മൂട്ടിയെ പോലെ ഗൗരവക്കാരനായാൽ എന്റെ വിശപ്പ് മാറാൻ പോകുന്നില്ല. എന്തിനാ ഉറക്കമെഴുന്നേറ്റ ഉടനെ തന്നെ വൃത്തികേട് പറയുന്നത്? ഇതോടെ ഇന്നത്തെ ദിവസം പോയില്ലേ? ഋതു ചോദിച്ചു. ഭാര്യയോട് ഉമ്മ എന്ന് പറയുന്നത് അശ്ലീലമോ? ഇന്നത്തെ ദിവസമല്ലടി, എന്റെ ജീവിതമാകെ പോയെന്നാണ് തോന്നുന്നത്. എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഓടിയത്. എങ്കിലും അത് മറച്ചു വെച്ച് ഞാൻ പറഞ്ഞു, വയറു വിശക്കുന്നു, പ്രാതൽ കൊണ്ടുവരുമോ?
പല്ല് തേക്കാതെയോ? ഉണ്ണിയേട്ടൻ ഒരു ബാർബേറിയനാണോ? ബാർബർ എറിയുന്നവനോ? ഞാനോ? അയ്യോ, ഞാൻ അങ്ങനെ ഒരാളല്ല. പ്രാകൃതൻ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പല്ല് തേക്കാതെ പ്രാതൽ കഴിക്കുന്നത് പ്രാകൃതരാ. ഞാനാകെ പരവശനായി. 11 മണിക്കാണ് പല്ല് തേക്കുന്നത്. പല്ല് തേക്കാനല്ല, പല്ല് ദൈവം തന്നത്. ആഹാരം കടിച്ചു മുറിച്ച് തിന്നാനാണ്. അത് ഈ വിവരദോഷിക്കുണ്ടോ മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞു, പ്ലീസ്, വയറ് വിശന്നിട്ട് വയ്യ. വൻകുടലും ചെറുകുടലും പരസ്പരം വിഴുങ്ങാൻ നിൽക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോ ചത്തുപോകും. ഋതുവിന്റെ മുഖത്ത് സഹതാപത്തിന്റെ പ്രകാശം പരക്കുന്നത് ഞാൻ കണ്ടു. പാവം, ശുദ്ധാത്മാവാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുതരുമായിരിക്കും. അയ്യോ ചേട്ടാ. എന്താടി? ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റായി തന്നെ തീർന്നു. എന്നുവെച്ചാൽ മലയാളത്തിൽ പറ. ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും എല്ലാവരും തിന്നു തീർത്തു. അതാ ഉണ്ണിയേട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഊണ് റെഡിയാകുമ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചു. അവൾ സങ്കടത്തോടെ പറഞ്ഞു. എന്റെ പരദൈവങ്ങളെ! വിശന്ന് കരയുന്ന വയറിനെ അമർത്തിപ്പിടിച്ച് ഞാൻ കട്ടിലിലേക്ക് വീണു.